ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ടെക്നിക്കൽ അനാലിസിസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളായിട്ടുള്ള ട്രെൻഡ് ലൈൻസ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ഡിസ്കഷനാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം മൂന്ന് ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ, അതായത് 3 പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. ട്രെൻഡ് എന്താണ്, ട്രെൻഡ് ലൈൻ എന്താണ്, അതുപോലെ തന്നെ ഇതിൻ്റെ ലോജിക്ക് എന്താണ്, ഇത് എങ്ങനെ പെട്ടെന്ന് വരയ്ക്കാം, എങ്ങനെ പെട്ടെന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏത് രീതിയിൽ നമുക്ക് പ്രാക്ടിക്കൽ സൈഡിൽ ഇതിനെ കൊണ്ടുവരാം. ഈ 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ട്രെൻഡ്, അതിൽ ആദ്യത്തെ പോയിന്റ് ആയിട്ടുള്ള ട്രെൻഡ് എന്താണ്. ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഷെയർ അതിൻ്റെ പ്രൈസ് ചാർട്ടിൽ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണോ പ്ലോട്ട് ചെയ്യപ്പെടുന്നത്, അതിനെയാണ് ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. സിമ്പിളാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്റ്റോക്ക് അതിൻ്റെ ഓരോ തവണയും പ്രൈസ് മുകളിലേക്ക് ഉയർന്നു പോവുകയാണ് എങ്കിൽ അതിനെ ബുള്ളിഷ് മൂവ്മെൻറ്റ്, അല്ല എങ്കിൽ അതൊരു ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് എന്നും, പ്രൈസ് താഴേക്കാണ് ഇറങ്ങി വരുന്നതെങ്കിൽ അതിനെ ഒരു ബെയറിഷ് ട്രെൻഡ് എന്നും, അല്ലെങ്കിൽ ഒരു ഡൗൺവേർഡ് മൂവ്മെൻ്റ് എന്നും, പ്രൈസ് വലിയ രീതിയിലൊരു മുകളിലേക്കും പോകുന്നില്ല താഴേക്കും പോകുന്നില്ല, ഒരു പർട്ടിക്കുലർ റേഞ്ചിനുള്ളിൽ തന്നെ കിടന്ന് അപ്പ് ആൻഡ് ഡൗൺ ആവുകയാണ് എങ്കിൽ അതിനെ ഒരു സൈഡ് വേസ് ട്രെൻഡ് അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റും എന്നാണ് പൊതുവെ പറയാറുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, 3 ട്രെൻഡുകൾ മാത്രമേ ഉള്ളൂ: ബുള്ളിഷ് ട്രെൻഡ്, ബെയറിഷ് ട്രെൻഡ്, അതുപോലെ സൈഡ് വേസ്. ഈ 3 ട്രെൻഡുകളാണ് പൊതുവെ മാർക്കറ്റിൽ അല്ലെങ്കിൽ ചാർട്ടിൽ പൊതുവെ പ്ലോട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു സ്റ്റോക്ക് ഒരു പർട്ടിക്കുലർ മേഖലയിൽ നിന്നും മുകളിലേക്ക് അതിൻ്റെ മൂവ്മെൻറ്റ് നടത്തുമ്പോൾ അത് എങ്ങനെയാണ് ചാർട്ടിൽ പ്ലോട്ട് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ താഴേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യപ്പെടുന്നത്, അതുപോലെ തന്നെ സൈഡ് വേസ് പോകുമ്പോൾ അത് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യപ്പെടുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഞാനൊന്ന് ഡ്രോ ചെയ്ത് കാണിക്കാം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും. പ്രൈസ് ഈ ഒരു പർട്ടിക്കുലർ മേഖലയിൽ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് പ്രൈസ് നേരെ ഒരു ഹൈ ഉണ്ടാക്കി, അതിൽ നിന്നും ഒരു ലോ ഉണ്ടാക്കി, അതിനുശേഷം വീണ്ടും ഒരു ഹൈ ഉണ്ടാക്കി, അതിനുശേഷം വീണ്ടും ഒരു ലോ ഉണ്ടാക്കി, വീണ്ടും ഒരു ഹൈ ഉണ്ടാക്കി, വീണ്ടും ഒരു ലോ ഉണ്ടാക്കി. ഇതിങ്ങനെ കയറി പോവുകയാണ്. ഇതാണ് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ട്രെൻഡിൻ്റെ അല്ലെങ്കിൽ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റിൻ്റെ ഒരു സിമ്പൽ എന്ന് പറയുന്നത്. പ്രൈസ് ഹയർ ഹൈ ഉണ്ടാക്കി, ഹയർ ലോ ഉണ്ടാക്കി, ഹയർ ഹൈ ഉണ്ടാക്കി, ഹയർ ലോ ഉണ്ടാക്കി, ഇതിങ്ങനെ കയറി പോവുകയാണ്. ഇതാണ് ബുള്ളിഷ് മൂവ്മെൻറ്റ്. ഇതുപോലെ തന്നെ പ്രൈസ് മുകളിൽ നിൽക്കുന്ന ഒരു പോയിന്റിൽ നിന്നും ഒരു ഹയർ ലോവർ ഉണ്ടാക്കി, ചെറിയൊരു ലോവർ ലോ ഉണ്ടാക്കി, ലോവർ ഹൈ ഉണ്ടാക്കി, വീണ്ടും ഒരു ലോവർ ലോ ഉണ്ടാക്കി, ലോവർ ഹൈ ഉണ്ടാക്കി, ലോവർ ലോ ഉണ്ടാക്കി, ലോവർ ഹൈ ഉണ്ടാക്കി, അതും ഈ പറയുന്ന പോലെ ഇങ്ങനെ പോകുമ്പോഴാണ് ഇതൊരു ഡൗൺവേർഡ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ബെയറിഷ് ട്രെൻഡ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ മൂന്നാമത് വേറൊരു സംഗതിയുണ്ട്. പ്രൈസ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റേഞ്ച്, അതായത് 10 രൂപ, 5 രൂപ എന്നുള്ള ഈ ഒരു റേഞ്ചിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ മാത്രം ഒരു മൂവ്മെൻറ്റ് നടത്തുന്നതിനെയാണ് സൈഡ് വേസ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് ട്രെൻഡ് എന്ന് പറയുന്നത്. സാധാരണ ഈ ഒരു ട്രെൻഡിൽ സ്വിംഗ് ട്രേഡേഴ്സ് സാധാരണഗതിയിൽ പ്രത്യേകിച്ച് ഒരു ആക്ഷനും എടുക്കില്ല. അവർ ഐഡിയലായിട്ട് നോക്കിയിരിക്കുകയുള്ളൂ. ഈ ഒരു ട്രെൻഡിൽ മാർക്കറ്റിൽ അവർ ഇടപെടാറില്ല. കാരണം ഒരു മൂവ്മെൻറ്റ് മുകളിലേക്കോ താഴേക്കോ കൃത്യമായി ഈ പറയുന്ന 2 രീതിയിൽ ഉണ്ടാകാതെ മാർക്കറ്റിൽ ഇവർക്ക് സ്വിംഗ് ട്രേഡേഴ്സിന് പ്രത്യേകിച്ച് ആക്ട് ചെയ്യാനൊന്നുമില്ല. സോ അവർക്ക് ഐഡിയലായിട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സാധാരണഗതിയിൽ സ്വിംഗ് ട്രേഡേഴ്സ് ഒന്നും ചെയ്യാറില്ല. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ബുള്ളിഷ് മൂവ്മെൻറ്റിൽ ഇങ്ങനെയാണ് ട്രെൻഡുകൾ ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ട്രെൻഡ് ലൈനിൻ്റെ പ്രസക്തി എന്താണ്? അതായത് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ മൂവ്മെൻറ്റിനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് തന്നെ ഇങ്ങനെ ഒരു ലൈൻ നമ്മൾ വരയ്ക്കുകയാണ് എങ്കിൽ ഇതാണ് ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. അതായത് ഈ ട്രെൻഡിനനുസരിച്ച് ഒരു ലൈനെ നമ്മൾ വരച്ച് നമ്മൾ അടുത്ത ഒരു മൂവ്മെൻറ്റ് എവിടെയാണ് ഉണ്ടാകുക എന്ന് പ്രിഡിക്റ്റ് ചെയ്യുന്ന ഈ ഒരു ലൈനാണ് ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. ട്രെൻഡിനനുസരിച്ചാണ് നമ്മൾ വരയ്ക്കാൻ ശ്രമിക്കുന്നത്. ഒരിക്കലും ഈ വരയ്ക്കുന്ന വരയിൽ ട്രെൻഡ് ലൈൻ വന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന ട്രെൻഡ് ലൈനിൽ വന്ന് പ്രൈസ് വന്ന് ഹിറ്റായി അവിടെ ചെല്ലുമെന്നല്ല നമ്മൾ പറയുന്നത്. ഹിറ്റാകാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ ഈ ട്രെൻഡ് ലൈനിലൂടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത്.
അവിടെ ഒരിക്കലും പ്രൈസ് വന്ന് ഹിറ്റായി അവിടെ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് തരുമെന്നോ അല്ലെങ്കിൽ അവിടെ നിന്നൊരു റിവേഴ്സൽ തരുമെന്നോ അല്ല നമ്മൾ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രൈസ് ഈ ഒരു മേഖലയിലേക്ക് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പ്രൈസ് വരാൻ സാധ്യതയുള്ള ആ ഒരു മേഖല നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുകയാണ് ട്രെൻഡ് ലൈനിൽ കൂടെ. ഇതിൽ രണ്ട് തരത്തിൽ ട്രെൻഡ് ലൈൻ നമുക്കിവിടെ വരയ്ക്കാം. ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ ട്രെൻഡ് ലൈൻ സപ്പോർട്ട്. അതായത് പ്രൈസ് ഏത് മേഖലയിൽ വന്നിട്ടാണോ റെസിസ്റ്റൻസ് എടുത്തിട്ട് തിരിച്ചു പോകുന്നത് ആ ഒരു മേഖലയെ റെസിസ്റ്റൻസ് ഏരിയ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ റെസിസ്റ്റൻസ് ഏരിയയെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന വരയെ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് എന്നും, അതുപോലെ തന്നെ ഏതൊരു ലെവലിലാണ് പ്രൈസ് വന്ന് സപ്പോർട്ട് എടുത്തിട്ട് കയറി പോകുന്നത് ആ ഒരു ലെവലിനെ നമ്മൾ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എന്നും നമ്മൾ പറയുന്നു. ഇപ്പോൾ ഈ കാണിച്ച ഉദാഹരണത്തിൽ ഈ മുകളിലുള്ള വരയെ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് എന്നും താഴെയുള്ള വരയെ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എന്നും പറയുന്നു. എന്തുകൊണ്ടെന്നാൽ ബുള്ളിഷ് മാർക്കറ്റിൽ മുകളിൽ വരുന്ന ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് എന്നും, ബുള്ളിഷ് മാർക്കറ്റിൽ ഒരു ട്രെൻഡിന് താഴെ വരുന്ന ലൈനെ ബെയറിഷ് അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എന്നും ആണ് പറയാറുള്ളത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ബെയറിഷ് മാർക്കറ്റിൽ. ബെയറിഷ് മാർക്കറ്റിൽ ഏറ്റവും താഴെ വരയ്ക്കുന്ന ഈ ഒരു വരയെ ട്രെൻഡ് ലൈൻ സപ്പോർട്ടെന്നും മുകളിൽ വരുന്ന വരയെ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസും എന്നാണ് പറയുന്നത്. ഇവിടെ ഉണ്ടാകുന്ന എങ്ങനെയാണ് ഇവിടെ ഇത് വരുന്നതിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈസ് ഇവിടുന്ന് മൂവ് ചെയ്യുന്നു, ഇവിടെ വന്നൊരു ഹയർ ഹൈ ഉണ്ടാക്കി, ഇവിടെ വന്നൊരു ഹയർ ലോ ഉണ്ടാക്കി. അപ്പോൾ ഇവിടെ എൻട്രി എടുത്ത എല്ലാ ആളുകളും ഇവിടെ വന്നതിന് ശേഷം ഒന്നെങ്കിൽ ഇത്രയും ഗ്രോത്ത് ഉണ്ടായതിന് ശേഷം ഇവിടെ ഇവൻ സെല്ല് ചെയ്ത് മാറാൻ പ്രൈസ് താഴോട്ട് പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ഒരു ഷോർട്ട് എൻട്രിക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ഡെറിവേറ്റീവ്സോ അല്ലെങ്കിൽ ഷോർട്ട് സെല്ലേഴ്സോ ആരെങ്കിലും ഇവിടെ നിന്ന് അവരൊരു ഷോർട്ട് പൊസിഷൻ എടുക്കുകയാണ്, നേരെ പ്രൈസ് താഴെ വന്നു. അപ്പോൾ ഇവിടെ എൻട്രി എടുക്കാൻ വെയിറ്റ് ചെയ്ത അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് എൻട്രി എടുക്കാൻ വെയിറ്റ് ചെയ്ത എന്നെയും നിങ്ങളെയും പോലെയുള്ള ആളുകൾ ഇവിടെ ഒരു എൻട്രിക്ക് പോസിബിലിറ്റി ഉണ്ടെന്ന് കാണുമ്പോൾ ഇവിടെ ഇവൻ ചാടി കയറും, പ്രൈസ് നേരെ മുകളിലേക്ക് പോകും. അങ്ങനെ ഇത് മുകളിൽ ചെല്ലുമ്പോൾ ഇതേ സിനാരിയോ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ നേരത്താണ് ഈ പറയുന്ന ട്രെൻഡ് ലൈൻ സ്വാഭാവികമായിട്ടും അവിടെ രൂപപ്പെടുന്നത്. അല്ലാതെ നമ്മളിവിടെ ഒരു വര വരയ്ക്കുന്നത് കൊണ്ട് ഈ ഒരു വരയിൽ വന്ന് പ്രൈസ് നേരെ കയറുന്നതല്ല. ഈ പറഞ്ഞ സിനാരിയോ വീണ്ടും സംഭവിക്കുമ്പോൾ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ രൂപപ്പെടുകയാണ്. ഈ ട്രെൻഡ് ലൈൻ ഞാനും നിങ്ങളും ഉൾപ്പെടെ ലോകത്തെല്ലാ ആളുകളും അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്ന എല്ലാ ആളുകളും ഇങ്ങനൊരു ട്രെൻഡ് ലൈൻ ഇവിടെ കാണുന്നുണ്ട്. സോ ഇവിടുന്ന് മാർക്കറ്റ് നേരെ കറങ്ങി ഇവിടെ വരുമ്പോൾ തന്നെ എന്നെയും നിങ്ങളെയും പോലെ തന്നെ നമ്മളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഇത് 2 തവണ ഇവിടെ റെസിസ്റ്റൻസ് അടിച്ചതാണ്. സോ ഇവിടെയും വന്ന് വീണ്ടും റെസിസ്റ്റൻസ് അടിക്കും എന്നുള്ള പ്ലാനിൽ ഇവനിവിടെ ഷോർട്ട് ചെയ്യാൻ റെഡി ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അല്ലായെങ്കിൽ ഇവിടുന്ന് എൻട്രി എടുത്ത ആൾ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് കാണുമ്പോൾ ഇവിടുന്ന് എക്സിറ്റ് ആകാൻ നോക്കിയിരിക്കുകയായിരിക്കും. സോ ഇവിടുന്ന് അവൻ എക്സിറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കുകയോ ചെയ്യാൻ നേരത്ത് ഈ സ്റ്റോക്ക് വീണ്ടും നേരെ താഴേക്ക് വരും. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ മേഖലയിൽ എൻട്രി എടുക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾ മാർക്കറ്റ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവൻ എൻട്രി എടുക്കും, ഇവിടുന്ന് കയറിപ്പോവും. ഇങ്ങനെയാണ് ഇതിൻ്റെ പുറകിലുള്ള സൈക്കോളജി. ഈ രീതിയിലാണ് ട്രെൻഡ് ലൈൻ ഉണ്ടാകുന്നത്. ഇതിൻ്റെ നേരെ ഇതേ സിനാരിയോയിൽ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അല്ലെങ്കിൽ ഇതേ രീതിയിൽ തന്നെയാണ് നമുക്ക് ബെയറിഷ് മാർക്കറ്റിലും ഉണ്ടാകുന്നത്. സോ ഇത് രണ്ടും ഒരേ രീതിയിലാണ് ഉണ്ടാകുന്നതെന്ന് പറയാം. ഒരെണ്ണം ബുള്ളിഷ് രീതിയിലും ഒരെണ്ണം ബെയറിഷ് രീതിയിലാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബുള്ളിഷിലേക്ക് പോകുമ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിലേക്ക് കയറി പോകും എന്നുള്ളതാണ് നമ്മളുടെ കോൺസെപ്റ്റ്. ബെയറിഷ് മാർക്കറ്റിലേക്ക് വരാൻ നേരത്ത് നമ്മളുടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴേക്ക് ഇറങ്ങും എന്നുള്ളതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ്. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും മാർക്കറ്റിൽ നടക്കാറുള്ള 2 ട്രെൻഡുകളും 2 ട്രേഡുകളും. സോ മൂന്നാമത്തെ ഈ ട്രേഡായിട്ടുള്ള ഈ ഒരു സൈഡ് വേ മാർക്കറ്റിൽ ഞാൻ ട്രേഡ് എടുക്കില്ല എന്ന് പൊതുവേ നമ്മൾ ട്രേഡ് എടുക്കാറില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സോ സ്വാഭാവികമായിട്ടും അതുതന്നെയായിരിക്കും സ്വിംഗ് ട്രേഡേഴ്സ് ചെയ്യാറുള്ളത്. പിന്നെ ട്രെൻഡ് ലൈൻ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നതെന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ചാർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുക എന്നുള്ളത്. ഇവിടെ അത്യാവശ്യം മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ മാർക്കറ്റിൽ
ഒരു ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, പിന്നെ ഒരു ഹയർ ലോ, ഹയർ ഹൈ, ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ ഇത്രയും ഈ ഒരു സെക്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് വരയ്ക്കാമെന്നാണ് നമുക്ക് പെട്ടെന്ന് നോക്കാൻ പോകുന്നത്. ഇത് പക്ക 100% കറക്റ്റ് ഒന്നുമല്ല, പക്ഷേ എങ്കിൽ പോലും ഞാൻ നിങ്ങളെ ഒരു കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഈ ട്രെൻഡ് ലൈൻ ഇവിടെ വരയ്ക്കുന്നത്. ഇത് അറിയാൻ മേലാത്ത ആളുകൾ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടോളുക, അറിയാവുന്നവരും ജസ്റ്റ് ഒന്ന് കണ്ടോളുക. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് ഇതിനകത്തൊന്നും കിട്ടിയേക്കും. ഇവിടെ ഞാൻ വരച്ചപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഇവിടെ ഒരു വിക്ക് കൂട്ടി വരച്ചു, ഇവിടെ അപ്രോക്സിമേറ്റ് ഒരു വിക്ക് കൂട്ടി വരച്ചു, ഇവിടെയും ഒരു വിക്ക് കൂട്ടി വരച്ചു, ഇവിടെയും നമ്മൾ ഇതേ ലെവലിൽ തന്നെയാണ് വരച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ വരാൻ നേരത്ത് ഇവിടെയും ഇതേ ഒരു ടച്ച് കിട്ടി, ഇവിടെയും ഇതേ ഒരു ടച്ച് കിട്ടി, ഇവിടെയും ഒരു ടച്ച് കിട്ടി. അതായത് മിനിമം ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് 2 ക്യാൻഡിലെങ്കിലും നമുക്ക് ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് 2 ക്യാൻഡിലെങ്കിലും നമുക്ക് മിനിമം ടച്ച് കിട്ടത്തക്ക വിധത്തിലാണ് നമ്മൾ എൻട്രി അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ നമ്മൾ വരയ്ക്കുന്നത്. വരയ്ക്കാൻ നേരത്ത് ഒന്നെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ വിക്ക് ടു വിക്ക്, അതായത് ഒരു ക്യാൻഡിലിൻ്റെ ഒരു വിക്കിൽ നിന്നും അടുത്ത വിക്കിലേക്കായിരിക്കും വരയ്ക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ ബോഡി ടു ബോഡി. ഇതാണ് ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്. വിക്ക് ടു വിക്ക് അല്ലെങ്കിൽ ബോഡി ടു ബോഡി, ഈ 2 രീതിയിൽ മാത്രമേ വരയ്ക്കാവുള്ളൂ. 2 രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ വിക്ക് എടുത്തു മറ്റേ സൈഡിൽ ബോഡി എടുക്കരുത്. ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ നേരത്ത് ഒന്നെങ്കിൽ ബോഡി ടു ബോഡി മാത്രം വരയ്ക്കുക, അല്ലെങ്കിൽ വിക്ക് ടു വിക്ക് മാത്രം വരയ്ക്കുക. ഇതാണ് പ്രോപ്പർ മെത്തേഡ് എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. എനിക്കാരും പ്രത്യേകിച്ചും പറഞ്ഞു തന്നതല്ല, ഞാൻ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിലൂടെ ഞാൻ മനസ്സിലാക്കിയതാണ്. സോ ഇതാണ് ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്. ഈ രീതിയിലാണ് നമ്മൾ ട്രെൻഡിൽ വരയ്ക്കുന്നത്. ഇതിപ്പം ബുള്ളിഷ് രീതിയിലാണ് ഞാൻ വരച്ചിരിക്കുന്നത്. എന്നതുപോലെ തന്നെ നമുക്ക് ഈ ചാർട്ടിൽ തന്നെ HDFCയുടെ ഈ ഒരു ചാർട്ടിൽ തന്നെ നമുക്ക് നോക്കാം. നമുക്കൊരു ബെയറിഷ് സെനാരിയോ എവിടെയെങ്കിലും അല്ലെങ്കിൽ ബെയറിഷ് മൂവ്മെൻറ്റ് ഏതെങ്കിലും ഒരു സൈഡിലുണ്ടെങ്കിൽ നമുക്ക് അവിടെയൊന്നും ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് വരയ്ക്കാം. ജസ്റ്റ് ഇത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 100% ഇത് ആക്യുറേറ്റ് അല്ല, പക്ഷേ നിങ്ങൾക്ക് ജസ്റ്റ് ഈ എക്സാമ്പിൾ കാണിച്ചു തരാൻ നേരം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പ്ലാൻ ചെയ്തതെന്നും നിങ്ങൾക്കിവിടെ മനസ്സിലാവും. നമുക്കിവിടെ നോക്കുകയാണ് എങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കാൻ നേരത്ത് ഇത് കണ്ട, ഇവിടെ നമ്മൾ വരയ്ക്കാൻ നേരത്ത് നിങ്ങൾക്കിവിടെ കൃത്യമായിട്ട് കാണാം. ഞാൻ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് വരച്ചപ്പോൾ ഇവിടെ ടച്ച് കിട്ടി, ഇവിടെ ടച്ച് കിട്ടി, ഇവിടെ ടച്ച് കിട്ടി. മിനിമം 2 ടച്ചെങ്കിലും ഉണ്ടെങ്കിൽ ഈ 2 ടച്ചുകളെ കൂട്ടി യോജിപ്പിച്ചിട്ടായിരിക്കും നമുക്ക് വരയ്ക്കേണ്ടത്. മിനിമം 2 ടച്ചെങ്കിലും കിട്ടിയിരിക്കണം. അതുപോലെ തന്നെ വിക്ക് ടു വിക്ക് അല്ലെങ്കിൽ ബോഡി ടു ബോഡി, ഈ 2 മെത്തേഡിൽ മാത്രമേ വരയ്ക്കാവുള്ളൂ. 2 മിക്സ് ചെയ്യില്ലേ, ഒന്നെങ്കിൽ വിക്ക് അല്ലെങ്കിൽ ബോഡി, ഇതിനെ കൂട്ടി മാത്രം യോജിപ്പിച്ച് വരയ്ക്കുക. ഇവിടുത്തെ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് എനിക്ക് ഇവിടെ ഡയറക്റ്റ് വരയ്ക്കാൻ പറ്റില്ല, കാരണം അങ്ങനെ ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഇത് ഈ പറയുന്ന ക്യാൻഡിലിന് ക്രോസ് ആയിട്ട് വരും. സോ അതൊരു നല്ല മെത്തേഡല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ഇവിടെ വരയ്ക്കുന്നില്ല. സോ അതിന് ഞാൻ വിട്ടുകളയുകയാണ്. എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ 2009 സമയത്ത് 2009 അല്ലെങ്കിൽ 2008 വേൾഡിൽ ഉണ്ടായിരിക്കുന്ന ഒരു റിസഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വലിയൊരു ഡൗൺഫാൾ അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയൊരു ഡൗൺഫാൾ ഉണ്ടായിരിക്കുന്നത്. അത് നമ്മളുടെ HDFC ചാർട്ടിലും റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. സോ അവിടെ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇതേ രീതിയിൽ തന്നെ ഇവിടെ നോക്കിയാൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ കുറേ മുകളിൽ കുറച്ച് തങ്ങി നിൽപ്പുണ്ട്. സോ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുവാണ്. ഒന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ വരച്ചെന്ന് കാണിക്കുന്നത്. ഇത് 100% ഇതും ആക്യുറേറ്റ് അല്ല. ഇത് പെട്ടെന്നെടുത്ത ഒരു ചാർട്ട് ആയതുകൊണ്ടാണ്, ഞാനിതിന് വേണ്ടി വേറെ പ്രിപ്പറേഷൻ നടത്തിയിട്ടില്ല. ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പെട്ടെന്നെടുത്ത ചാർട്ട് ആയതുകൊണ്ട് മാത്രമാണ് നമുക്കിങ്ങനെ പെർഫെക്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാൻ പറ്റാത്തത്. ഇവിടെ ഞാൻ വിക്ക് കൂട്ടി വരച്ചു, ഇവിടെ കൂട്ടി വരച്ചു, ഇവിടെ കൂട്ടി വരച്ചു. പിന്നെ ഈ പറയുന്ന ചെറിയ വിക്കുകളൊക്കെ നീണ്ടു നിന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞതിൻ്റെ ലോജിക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിതിനകത്ത് ഈ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് നമ്മളുടെ ലോജിക്ക് അനുസരിച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചെറിയ ഒരു വിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തള്ളി നിൽക്കുന്നുണ്ടെന്നും വേറെ വലിയ പ്രശ്നങ്ങളായിട്ടോ കാര്യങ്ങളൊന്നും വരാനില്ല. നമുക്കിതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് മനസ്സിലായാൽ മതി. അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് വരാൻ നേരത്ത് പ്രൈസ് റിവേഴ്സ്ഡ് ആകും എന്നുള്ളൊരു
കോമൺ ലോജിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രെൻഡ് ലൈനും തേങ്ങയും എല്ലാം നമ്മൾ വരച്ചു വെക്കുന്നത്. സോ ഈ ഒരു ഏരിയയിൽ വരുമ്പോഴത്തേക്കും കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ വന്നപ്പോഴത്തേക്കും പ്രൈസ് ഇവിടെ വന്നു, അപ്രോക്സിമേറ്റ് ഇവത്തെ മുട്ടിയില്ല, പക്ഷേ ഇതിനടുത്ത് വന്നിട്ട് വീണ്ടും സപ്പോർട്ട് എടുത്ത് കയറിപ്പോയി. ഇവിടെ വന്നപ്പം കൃത്യമായിട്ട് സപ്പോർട്ട് എടുത്ത് നേരെ മുകളിൽ കയറിപ്പോയി. ഇവിടെ വന്നപ്പം കൃത്യമായിട്ട് സപ്പോർട്ട് എടുത്ത് നേരെ മുകളിൽ കയറിപ്പോയി. ഈ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിൽ വന്ന് കൃത്യമായിട്ട് റെസിസ്റ്റൻസ് അടിക്കുന്നുണ്ട്, നേരെ തിരിച്ചു വരുന്നത്. ഇവിടെ റെസിസ്റ്റൻസ് അടിക്കുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ റെസിസ്റ്റൻസ് അടിക്കുക, തിരിച്ചു വരും. നമുക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് സപ്പോർട്ട് നമ്മൾ വരയ്ക്കുന്നത്. ഈ ഒരു മേഖലയിലേക്ക് വരാൻ നേരത്ത് പ്രൈസ് റിവേഴ്സ്ഡ് ആകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ലെവലിലേക്ക് വരാൻ നേരത്ത് പ്രൈസ് റിവേഴ്സ്ഡ് ആകാം എന്ന് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുകയാണ് അവിടെ, അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഈ ഒരു മേഖലയിൽ. അപ്പോൾ ഈ ഒരു അസ്യൂം ചെയ്യുന്ന ആ ഒരു മേഖല കണ്ടെത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ട്രെൻഡ് ലൈൻ വരച്ചു വെക്കുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മൾ 3 പോയിന്റുകളാണ് പ്രധാനമായിട്ടും നമ്മൾ